ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ ഹാപ്പി ഫാമിലി. എല്ലാവർക്കും ഹാപ്പി ചിൽഡ്രൻസ് ഡേ. നിങ്ങൾക്കറിയാമോ ഈ ചിൽഡ്രൻസ് ഡേ എന്താണെന്ന്? ഞാനിന്നിവിടെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഈ ചിൽഡ്രൻസ് ഡേ എന്താണെന്നാണ്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എനിക്കൊരു ചെറിയ കാര്യം പറയാനുണ്ട്. ഞങ്ങളുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താഴത്ത് കാണുന്ന ബെൽ ബട്ടണിൽ പ്രസ് ചെയ്യുമ്പോൾ ഞങ്ങൾ പുതിയതായിട്ട് അയക്കുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഒന്ന് കിടന്നാലോ? ഓക്കെ. ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമായ നവംബർ 14 ഇന്ത്യയിൽ ആചരിക്കുന്നത് കുട്ടികളുടെ ദിവസമായിട്ടാണ്. കുട്ടികളെ വളരെയധികം സ്നേഹിച്ചിരുന്ന വ്യക്തി എന്ന നിലയിൽ ലോകമെമ്പാടും ചാച്ചാജി പ്രശസ്തി നേടിയിരുന്നു. 1889 നവംബർ 14 ജവഹർലാൽ നെഹ്റു ജനിച്ചത്. കുട്ടികളുടെ ഇഷ്ട ചങ്ങാതിയായിരുന്ന നെഹ്റുവിൻ്റെ ജന്മദിനത്തോടനുബന്ധിച്ചാണ് ശിശുദിനം ആചരിച്ചു വരുന്നത്. ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ പൗരന്മാരെന്നാണ് ഉറച്ച വിശ്വാസമുള്ള ആളായിരുന്നു നെഹ്റു. രാജ്യത്തിൻ്റെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ഓർമ്മയായിട്ട് 56 വർഷം പിന്നിടുന്നു. ചാച്ചാജിയെ കുറിച്ച് പറയുമ്പോൾ കുട്ടികൾക്ക് ഓർമ്മയിലെത്തുന്ന ഒരു രൂപമുണ്ട്. തൊപ്പിയും നീണ്ട ജുബയും അതിലൊരു ചുവന്ന റോസാപ്പൂവും പുഞ്ചിരിക്കുന്ന മുഖവുമുള്ള ഒരു ആൾ. ഇന്ത്യയുടെ സമഗ്ര പുരോഗതി സ്വപ്നം കണ്ട ആ രാഷ്ട്രീയ ശില്പി അത് സാക്ഷാത്കരിക്കാൻ നടത്തിയ നീക്കങ്ങൾ രാജ്യചരിത്രത്തിൻ്റെ ഭാഗമാണ്. ഒരു പനിനീർ പൂവിൻ്റെ സ്നേഹ സൗരഭ്യത്തോടെ കുട്ടികളെ സ്നേഹിച്ചിരുന്ന നേതാവ്. പ്രകൃതിയും മനുഷ്യനും ഇണങ്ങി ജീവിക്കുന്ന ആവശ്യകതയും പ്രാധാന്യവും കുട്ടികളെ ഓർമ്മിപ്പിച്ചിരുന്ന മഹത് വ്യക്തിയുമായിരുന്നു അദ്ദേഹം. തിരക്ക് പിടിച്ച ജീവിതവേളയിൽ കുട്ടികളെ ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനും അദ്ദേഹം സമയം കണ്ടെത്തി. എല്ലാ കുട്ടികൾക്കും ഒരുപോലെ വിദ്യാഭ്യാസം നൽകാൻ അദ്ദേഹം ശ്രമിച്ചു. നാം ഒത്തൊരുമിച്ച് മുന്നേറുന്നതിന് അനുസൃതമായി ഇന്ത്യയുടെ കരുത്ത് വർദ്ധിക്കുമെന്ന് നെഹ്റു നമ്മൾ ഓരോരുത്തരോടും പറഞ്ഞിട്ടുണ്ട്. വർഗീയത ആളിക്കത്തിച്ച് രാജ്യം ഭരിക്കുന്ന ഇന്നത്തെ കാലത്ത് ഈ വാക്കുകളുടെ പ്രസക്തി ഇരട്ടിയാക്കുന്നു. നെഹ്റു എന്ന മഹാമനുഷ്യൻ്റെ ജന്മദിനത്തിന് സേവനത്തിൻ്റെ കൈകളുമായി നമ്മുടെ കുട്ടികൾ ഭാരതത്തിൻ്റെ അഭിമാനികളായി വളരട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. അടുത്ത വീഡിയോ വരെ എല്ലാവർക്കും ബൈ.